ഓക്കോ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതും കൂടി നീ കേൾക്കണം. കേൾക്കണം, അത് കേൾക്കാൻ നിന്നെ ഞാൻ വിടില്ല. നോക്ക് സൂസൻ, എനിക്ക് പറയാനുള്ളത് അതെന്തായാലും നീ കേട്ടേ പറ്റൂ. എന്നിട്ട് നിനക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഞാൻ എല്ലാം കേൾക്കാം, പക്ഷേ ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ? നാളെ ഐസ്ക്രീം പാർലറിൽ വെച്ച്. ഓ, ഇറ്റ്സ് യു. യെസ്. എന്താ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലേ? സൂസൻ എവിടെ? ഡെന്നീസിന് പറയാനുള്ളത് സൂസനോട് മാത്രമേ പറയുന്നുണ്ടോ? ഓ, അപ്പൊ അവൾക്ക് പകരം വന്നതാണോ നീ? എങ്ങനെ വേണമെങ്കിലും കരുതിക്കോളൂ. ഡെന്നീസിന് ഐസ്ക്രീം വേണോ? ഓ, ഐസ്ക്രീം. നന്നാവുന്നുണ്ട് നിന്റെ അഭിനയം. എനിക്ക് അന്നേ നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചിട്ട് എന്ത് കിട്ടാനാ നിനക്ക്? ടെൽ മീ, വാട്ട്സ് യുവർ മോട്ടീവ്? മറുപടി ഒറ്റ വാക്കിലൊന്നും പറഞ്ഞ തീരില്ല. തന്നെയല്ല, അതൊന്നും ഡെന്നീസിന് മനസ്സിലാവണമെന്നില്ല. ഓൾ റൈറ്റ്. എനിക്ക് സൂസനെ ഒന്ന് കാണണം. നോ. കണ്ടേ പറ്റൂ. പറഞ്ഞല്ലോ, അവൾക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. നീ താല്പര്യമില്ലാതാക്കി, എന്നെ അവളെ തമ്മിൽ അകറ്റി. ഒക്കെ നിന്റെ ചീപ്പ്. നീ നോക്കിക്കോ, അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ വിടില്ല. ഡെന്നീസാ പറയുന്നേ. നീ അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, ഗോ അഹെഡ്. ആരുടെയാ കാറ്? അത് ഓ, ഡെന്നീസ് വന്നിരുന്നു. എന്നിട്ട് അവൻ അകത്തുണ്ടോ? നോ, ഞാൻ അവനെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. പിന്നെ അവൻ എവിടെ പോയി? സൂസൻ പുറത്തേക്ക് വരുന്നത് വരെ അവൻ കാത്തു നിന്നു. അവളുടെ മുന്നിൽ അവൻ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് അവൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കും സൂസന് വല്ലാതെ ഫീൽ ചെയ്തു. അവൻ അവളുടെ കാറിൽ കയറി കോഫി ഹൗസിലേക്ക് പോയി. വരൂ. ആരെങ്കിലും കാണും? നോ, നമ്മളെ കാണാൻ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ.
നത്തിങ് ടു വറി. തുടരെ തന്നെ എല്ലാം നീ കാരണം. എന്റെ സൂസിമോളുടെ മുമ്പിൽ വെച്ച് എനിക്കത് ആലോചിക്കാൻ വയ്യ. ഞാനിന്നെ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? സൂസനോട് ഞാൻ പറയാം. നീ ഇനി എന്ത് പറയാൻ? നിനക്കെല്ലാം കളിയാണ്, ഒരുതരം ചീപ്പ് പ്ലേ. ഇനി എന്റെ മുമ്പിൽ കാണരുത് നിന്നെ. ഇറങ്ങിക്കോ, ഈ നിമിഷം ഇറങ്ങിക്കോ. ഇറങ്ങാം. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്കറിയണം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. എനിക്കെല്ലാം ഒരുതരം പ്ലേ ആണ്. പക്ഷെ അതെല്ലാം വെറുതെ ഒരു തമാശയാണെന്ന് കരുതിയോ മിസ്റ്റർ ഹാരിസൺ? ഇത്രയും കാലം ഞാൻ ഇങ്ങനൊരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരാ നീ? പറയാതെ ഓർക്കാനിടയില്ല. അല്ലെങ്കിലും ഓർക്കാനും പറയാനും ഒക്കെയുള്ളത് എനിക്കല്ലേ? നിനക്ക് എന്ത് പറയാനുണ്ടെന്നാ? 15 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മമ്മിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടില്ല. പക്ഷേ ഇന്നീ മകൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കും. കേൾക്കണം. കേൾക്കാതെ ഞാൻ വിടില്ല. ആരാടി നീ? പറയടേ. നിങ്ങളൊക്കെ കൂടി മരണത്തിലേക്ക് പറഞ്ഞു വിട്ട മാഗിയുടെ മകൾ ആനി. മാഗി? പക്ഷേ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന നിങ്ങളത് വളരെ വേഗം മറന്നു. പക്ഷേ ഒരു 7 വയസ്സുകാരുടെ മനസ്സിലത് കനൽക്കട്ട പോലെ കടന്നു. ആ തീയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. തന്റെ ഭാര്യ വിധി തട്ടിയെടുത്തു. സാരമില്ല. പക്ഷേ ടോണി എന്ന ആ ഡെവിളിനെ എനിക്ക് കിട്ടി. അവനെ ഈ കൈകൊണ്ട് ഞാൻ കൊന്നു. പിന്നെ ഡെന്നീസ്, പാവം, ബംഗ്ലാവിന്റെ ഒരു മുറിയിൽ വിറങ്ങലിച്ച് കിടക്കുന്ന അവന്റെ ശരീരമുണ്ട്. ഇനി സൂസൻ, പിന്നെ താൻ. യെസ്, തനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം താനിപ്പോ കുടിച്ച മദ്യത്തിൽ ഞാൻ കലർത്തിയ വിഷം തനിക്ക് തന്നിരിക്കുന്ന ആയുസ് കൂടിയാൽ വെറും 10 മിനിറ്റാ. യെസ്, കേട്ടിട്ടില്ലേ? ഒരു യൂണിവേഴ്സൽ ലോ, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. Sorry. Good luck to you.